നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഹോർമുസ് അമേരിക്കൻ അധീനതയിലെന്ന ഭൂപടം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ അനിശ്ചിതത്വം നിലനിൽക്കെ പ്രകോപനം. വ്യവസ്ഥകൾ അമേരിക്ക നടപ്പാക്കും വരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്ന് ഇറാൻ അമേരിക്ക ധാരണയെ പിന്തുണച്ച് ഖത്തർ രംഗത്ത്. സഖ്യരാജ്യമായ ഒമാനെതിരെ US പ്രസിഡന്റിന്റെ ഭീഷണി. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ഒമാൻ തടസ്സം നിന്നാൽ ബോംബിട്ട് തകർക്കുമെന്ന് ട്രംപ്. ഭീഷണി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഒമാനും ഇറാനും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കവേ. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലോടിക്കാൻ കപ്പൽ കമ്പനി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന പരാതിയുമായി മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാവികർ. പരാതി മാർഷൽ ഐലൻഡ്സ് ഫ്ളാഗുള്ള ഓഫ്ഷോർ സപ്ലൈ വെസൽ AM പൈനോറിസിനെതിരെ. ക്യാപ്റ്റൻ നായരമ്പലം സ്വദേശി അനിൽ രാജ് ഉൾപ്പെടെ 16 അംഗ ക്രൂ കമ്പനിക്കെതിരെ രംഗത്ത്. ഇന്ത്യൻ എംബസിക്കും മാർഷൽ ഐലൻഡ്സ് അധികൃതർക്കും പരാതി. ഇമ്രാൻഖാൻ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ നിർണായക ഉത്തരവിറക്കി പാക് സുപ്രീം കോടതി. ഇമ്രാൻഖാനെ കേന്ദ്രമായി ആശുപത്രിയിലേക്ക് മാറ്റണം. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന സർക്കാർ വാദം കോടതി തള്ളി. ഭീകര ശൃംഖല ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ ആശ്രയിക്കാതെ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിച്ച് ഭീകര പ്രവർത്തനത്തിന് ശ്രമം. ഹിന്ദു സിഖ് മതവിഭാഗത്തിലുള്ളവരെ റിക്രൂട്ട് ചെയ്തു. സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്തവരെയും സംഘമൊപ്പം ചേർത്തു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ വാനോളം പുകഴ്ത്തി ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് രീതിയെയും വോട്ടർമാർക്കുള്ള ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡുകൾക്കും പ്രശംസ. പരാമർശം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറുമായി നടത്തിയ സംഭാഷണം ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി BJP. AAP വിട്ട് BJPയിലെത്തിയ രാഘവ് ഛദ്ദയും തേജസ്വി സൂര്യയും മന്ത്രിമാരാകുമെന്ന് വിവരം. യുവാക്കൾക്ക് പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം കിട്ടും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്കും സ്ത്രീകൾക്കും മന്ത്രിസഭയിൽ പ്രാധാന്യം. ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ 1056 കോടി അനുവദിച്ചെന്ന് മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്ക് ബോണസും അഡ്വാൻസും നൽകാൻ തുക അനുവദിച്ചു. ആശമാർക്ക് 1450 രൂപ ബോണസ്. നേട്ടങ്ങളിലേക്ക് വീണ്ടും വാതിൽ തുറന്നു വിഴിഞ്ഞം. ആഭ്യന്തര കയറ്റിറക്കുമതിക്ക് തുടക്കം. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമെന്ന് മുഖ്യമന്ത്രി. കരുവാറ്റ കൊലപാതകത്തിൽ മുഖ്യ ആസൂത്രക 13കാരി. പിടിക്കപ്പെട്ട കുട്ടികളെല്ലാം ലഹരി ഉപയോഗിക്കുന്നവർ. കൊലപാതകം ആസൂത്രിതമായി മോഷണ ശ്രമത്തിന്റെ ഭാഗമെന്ന് ആലപ്പുഴ SP. വയോധികൻ മോശമായി പെരുമാറിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പെൺകുട്ടിയുടെ മൊഴി. മാസപ്പടി കേസിൽ വീണയുടെ സഹസ്ഥാപനമായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ED റെയ്ഡ്. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററായ N നന്ദുലാലിന്റെ വീട്ടിലടക്കം പരിശോധന. നന്ദുലാൽ വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്ത്. പരിശോധന രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിൽ പരിശോധന. കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്ന പരാതിയുമായി യുവതി. പങ്കാളികളെ കൈമാറുന്ന സംഘവുമായി ഭർത്താവിന് ബന്ധമെന്നും കൊല്ലം സ്വദേശിനി. ക്രൂരമർദ്ദനമേറ്റ യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നീക്കം. 23 ക്രിമിനൽ കേസുകളെന്ന് സിറ്റി പോലീസ്. കമ്മീഷണർ റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണെന്ന് കളക്ടർ. സ്വാതന്ത്ര്യദിന പരേഡിനിടെ തൃശയ്ക്ക് സല്യൂട്ട് നൽകിയ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെ DMK. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിജയിയുടെ അന്തസ് ഇല്ലാതായെന്ന് മുരശൊലിയുടെ എഡിറ്റോറിയൽ. വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലപ്പുറമെന്നും വിമർശനം. നടി സുകുമാരിയുടെ മരണം ആത്മഹത്യയെന്ന് സംശയം പ്രകടിപ്പിച്ച സംവിധായകൻ വിനയൻ. പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീപിടിച്ചു മരിച്ചുവെന്ന വാർത്ത ശരിയാണോ? സുകുമാരി ചേച്ചിയും എന്തെങ്കിലും തീരുമാനിച്ചിരുന്നോ എന്നീ ചോദ്യങ്ങൾ സംശയം പ്രകടിപ്പിച്ചത് ആകാശഗംഗ സിനിമയുടെ ഓർമ്മ പങ്കുവച്ചെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹോർമുസ് അമേരിക്കൻ അധീനതയിലെന്ന ഭൂപടം സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച് ഡൊണാൾഡ് ട്രംപ്.
ഹോർമുസിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് ട്രംപിൻ്റെ ഈ പ്രകോപനപരമായ ഭൂപട പബ്ലിഷിംഗ് എന്നത് പ്രധാനമാണ്. എന്നാൽ സമാധാന ധാരണയിലെ വ്യവസ്ഥകൾ അമേരിക്ക നടപ്പാക്കും വരെ ഹോർമുസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാൻ അസന്നിഗ്ധമായി വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇന്നലെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ അവസാനിച്ചത്. അതിനുശേഷം ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകളുമായി അമേരിക്കയും ഇറാനും മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന്റെ പ്രതിച്ഛായ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ട്. റോയിട്ടേഴ്സിന്റെ ഇപ്സോസ് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 64% പേരും ട്രംപിന്റെ ഭരണ നിർവഹണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇപ്പോൾ ഇത്തരത്തിൽ ഹോർമുസിൽ ഇരു കക്ഷികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒമാനും ഇറാനും തമ്മിൽ ഒരു ചർച്ച നടക്കുന്ന പശ്ചാത്തലമുണ്ട് ഈ ഹോർമുസിന്റെ അധീനതയുമായി ബന്ധപ്പെട്ടതിനിടയിലാണ് അമേരിക്കയുടെ ഈ പ്രകോപനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ജൂൺ 17 ഒപ്പുവച്ച സമാധാന ധാരണ കരാറിലെ വ്യവസ്ഥകൾ കീഴ്മേൽ മറിഞ്ഞ് സമാധാന ധാരണ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും പ്രകോപനപരമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ ഈ പോസ്റ്റ്. അതായത് പുതിയ US അധീന പ്രദേശം എന്ന തലക്കെട്ടോടുകൂടി ഹോർമൂസ് കടലിടുക്കിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ്. ഇതിൽ ഹോർമൂസ് കടലിടുക്ക് വട്ടമിട്ട് കാണിച്ചുകൊണ്ട് ഇത് US അധീനതയിലുള്ള പ്രദേശമാണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. നേരത്തെ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പല അവകാശവാദങ്ങളും പല ഘട്ടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നു. ഹോർമൂസിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും അത് സ്വന്തം അധീന പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്നു. അതിന് ഇറാൻ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു പടി കൂടി കടന്ന ഇത്തരത്തിൽ പ്രകോപനപരമായ ഒരു നീക്കം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഭൂപടം സ്വന്തം മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തോട് ഇറാന്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നു. അതായത് ഇടക്കാല കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും എന്നവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല പുതിയ ഒരു ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഖത്തറിന്റെ നിലപാടാണ്. ഇറാനും ഒമാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ പുതിയ പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അവർ ചർച്ച നടത്തിയത്. ആ ഉഭയകക്ഷി ചർച്ചയ്ക്കെതിരെ അമേരിക്ക രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഖത്തറിന്റെ വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം ചർച്ചകളിൽ നിറയുകയാണ്. അദ്ദേഹം പറയുന്നത് ഇറാൻ ഒമാൻ ചർച്ചകളെ പിന്തുണയ്ക്കുന്നു. അവർ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉടനെ ഇറക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് അനിശ്ചിതത്വത്തിലായ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ സഹായിക്കും എന്ന തരത്തിലാണ് ഖത്തറിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നതും. എന്തായാലും ഇറാൻ പാർലമെന്റ് സ്പീക്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇറാൻ ഒമാൻ പാത അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ധാരണയിലെത്തിയാലും ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല. അമേരിക്ക നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതുവരെ, പ്രത്യേകിച്ച് സമാധാന കരാറിലെ വ്യവസ്ഥകൾ അവർ പാലിക്കുന്നതുവരെ ഹോർമൂസിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന കാലിബഫ് അല്പം മുമ്പും ആവർത്തിച്ചിരിക്കുന്നു. അതായത് ഹോർമൂസ് വിഷയത്തിൽ ഇറാനും അമേരിക്കയും അനുദിനം അവർ തമ്മിലുള്ള ചിരവൈരം കൂടുതൽ രൂക്ഷമാകുന്നു. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ 60 ദിവസത്തെ കരാർ അവസാനിച്ചിരുന്നു. 60 ദിവസത്തെ കരാർ അവസാനിച്ച സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരു പടി കൂടി കടന്ന ട്രംപിന്റെ പ്രകോപനം, അതിനോട് അതിശക്തമായ ഭാഷയിൽ ഇറാന്റെ പ്രതികരണം, ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചയിൽ ഖത്തറിന്റെ പുതിയ പ്രതികരണം, ഇതെല്ലാം വായിച്ചെടുക്കേണ്ടത്. മറ്റൊന്നുകൂടി ഈ ഘട്ടത്തിൽ നിർണായകമാകുന്നത് രഞ്ജിത്ത്, റോയിറ്റേഴ്സുമായി നടത്തിയ ഒരു സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായ എല്ലാ കാലത്തെക്കാട്ടിയും ഇടിയുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് കണക്കുകളടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. റോയിറ്റേഴ്സും ഇപ്സോസ് അഭിപ്രായ സർവേ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം 47% ജനപിന്തുണയോടെയാണ് ട്രംപ് അധികാരത്തിൽ എത്തിയത്. എന്നാൽ ഇപ്പോൾ 64% പേരാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണനിർവഹണത്തിൽ നിരാശ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഇന്ധനവില വർധനവ് ആശങ്കാജനകമായി ഉയരുന്നത്, സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ ഡെമോക്രാറ്റുകൾ മെച്ചമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വോട്ടർമാർ അങ്ങനെ പല
കരുതൽ കൊണ്ടും ട്രംപിൻ്റെ ഭരണനിർവഹണത്തെ വിമർശിച്ച് രംഗത്തെത്തുന്ന അസാധാരണമായ സാഹചര്യവും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ അഭിപ്രായ സർവേകളെയും വിലയിരുത്താൻ. അങ്ങനെ ജൂൺ 17 ഒപ്പുവെച്ച സമാധാന ധാരണ അത് കീഴ്മേൽ മറിയുന്ന സാഹചര്യം, അതിൽ പറഞ്ഞിരുന്ന 60 ദിവസം, ആ 60 ദിവസം അത് വ്യവസ്ഥകൾ സംബന്ധിച്ച യാതൊരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ല. 60 ദിവസത്തിന് ശേഷം എന്താകും എന്ന ആകാംക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്വന്തം മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഹോർമൂസ് കടലിടുക്ക് US-ന്റെ പുതിയ അധീന പ്രദേശം എന്ന തലക്കെട്ടോടുകൂടി അതിൻ്റെ ഭൂപടം ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. അതിനോട് ഇറാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നതും. ശരി കാർത്തിക്. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പൽ ഓടിക്കാൻ കപ്പൽ കമ്പനി സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന പരാതിയുമായി മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാവികർ മാർഷൽ ഐലൻഡ്സ് ഫ്ളാഗുള്ള ഓഫ്ഷോർ സപ്ലൈ വെസൽ AM പൈനീറിന്റെ ക്യാപ്റ്റൻ വൈപ്പിൻ നായരമ്പലം സ്വദേശി അനിൽ രാജ് ഉൾപ്പെടെ 16 അംഗ ക്രൂ ആണ് കമ്പനിയായ ആൽഫാഡ് മാരിടൈമിനെതിരെ രംഗത്തെത്തിയത്. ഫ്രാൻസിന്റെ ഉടമസ്ഥതയായിരുന്ന കപ്പൽ ജൂലൈയിൽ മുംബൈ താനെ ആസ്ഥാനമായുള്ള അൽഫാഡ് കമ്പനി ഏറ്റെടുത്തോടെയാണ് അനിലിന്റെ നേതൃത്വത്തിലുള്ള ക്രൂ അംഗങ്ങളെ ജോലിക്കെടുത്തത്. അപകടം ഒഴിയും വരെ ഹോർമൂസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാൻ നാവികരെ നിർബന്ധിക്കില്ല എന്ന ഉറപ്പ് കമ്പനി അവർക്ക് നൽകി എന്ന് അനിൽരാജ് അടക്കമുള്ളവർ പറയുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റാസൽ ഖൈമയിൽ നങ്കൂരമിട്ടിട്ടുള്ള കപ്പലിനോട് ഹോർമൂസ് വഴി പോകാൻ അധികൃതർ നിർബന്ധിക്കുകയാണ് എന്നാണ് പരാതി. ക്യാപ്റ്റനും മറ്റു നാവികരും ഇതിന് വിസമ്മതിച്ചതോടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വാട്സാപ്പ് കോളിലൂടെ ഭീഷണി ലഭിക്കുന്നതായാണ് പരാതി. കപ്പലുകൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമൂസ് വഴി പോയാൽ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നാവികർ കമ്പനി അധികൃതർക്ക് കത്ത് നൽകി. തരാനുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നാട്ടിലേക്കുള്ള ടിക്കറ്റും ഉൾപ്പെടെ നൽകി ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നൽകാൻ കമ്പനി അധികൃതർ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല, ഭക്ഷണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കപ്പലിൽ പരിമിതമാണ് എന്നും പരാതിയുണ്ട്. നിരവധി ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസിക്കും മാർഷൽ ഐലൻഡ്സിനും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫെഡറേഷനൊക്കെ ഇവർ ഇമെയിൽ വഴി പരാതികൾ അയച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാവുമായ ഇമ്രാൻഖാന് ആശ്വാസമായി കോടതി വിധി. അദ്ദേഹത്തെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളാകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയും തുടർച്ചയായ ആശങ്കകൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിർണായക ഉത്തരവ്. 48 മണിക്കൂറിനകം ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ഷിഫ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്ക് മാറ്റാനും സെപ്റ്റംബർ 16 വരെ അവിടെ ചികിത്സയിൽ തുടരാനും സുപ്രീം കോടതി ഉത്തരവിട്ടതായി PTI വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ഓരോ ആഴ്ചയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതിയും കോടതി നൽകി. ഇമ്രാൻഖാന്റെ ഡോക്ടറും അദ്ദേഹത്തിന്റെ സഹോദരിയുമായ ഡോക്ടർ ഉസ്മാ ഖാനെയും ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആരോഗ്യം വിലയിരുത്താനും കോടതി ഉത്തരവുണ്ട്. ഇമ്രാൻഖാന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കരുതെന്നും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്കും കുടുംബത്തിനും കോടതി നിർദ്ദേശം നൽകിയ പശ്ചാത്തലമൊക്കെയുണ്ട്. ഏതായാലും 73 വയസ്സുണ്ട് ഇമ്രാന്. 2023 മുതൽ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞ അടക്കമുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ഏതായാലും ഇത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ജയിലിൽ കഴിയുന്ന ഇമ്രാനുമായി ബന്ധപ്പെട്ട് ചികിത്സ കൃത്യമായി നൽകുന്നില്ല എന്നും ജയിലിൽ പീഡനമുണ്ട് എന്നും ബന്ധുക്കൾക്ക് കാണാൻ അനുവദിക്കുന്നില്ല എന്നുമുള്ള പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി ഉത്തരവ് ഇമ്രാന്റെ അനുയായികൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഇടവേള. ഇന്ത്യ തകർത്ത ഭീകര ശൃംഖല ഷഹസാദ് ഭട്ടി നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘം സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചാണ് വലിയ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ ഇറങ്ങിയത്. ഇന്ത്യയിൽ നടത്താനുള്ള ആക്രമണങ്ങൾക്ക് അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ ആശ്രയിക്കാതെ ഇന്ത്യക്കാരെ തന്നെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് ഇവർ പയറ്റിയത് എന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് വിവരം കിട്ടിയിരിക്കുന്നത്. പ്രധാനമായും ഹിന്ദു സിഖ് വിഭാഗത്തിലുള്ളവരെ, സ്ത്രീകളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയൊക്കെ ഈ സംഘത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 200-ലധികം ആളുകളെ പിടിച്ചതോടെയാണ് ഈ വലിയ നെറ്റ്വർക്കിന്റെ പ്ലാൻ പൊളിഞ്ഞത്. TG സയ്യിദ് വിവരങ്ങളുമായി ചേരും. സയ്യിദ്, വലിയ ഒരു പ്രവർത്തനമായിരുന്നു. അത് സാധ്യമായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് നമ്മൾ വല്ലാതെ അമ്പരപ്പോടെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്?
രഞ്ജിത്ത്, അതിർത്തി കടന്നുള്ള തീവ്രവാദം, ഇതാണ് നമ്മൾ പൊതുവിൽ രാജ്യത്തെ വിഘടനവാദ പ്രവർത്തനങ്ങളെ പൊതുവിൽ വിളിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദികളല്ല, മറിച്ച് രാജ്യത്തിനകത്ത് ഉള്ളവരെ തന്നെ ഇത്തരം തീവ്രവാദി സംഘങ്ങൾ ആയുധമാക്കി എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗവും ഒടുവിൽ ആഭ്യന്തര വകുപ്പും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ ഹിന്ദു, സിഖ് വിഭാഗങ്ങളടക്കം മുസ്ലിം വിഭാഗങ്ങളടക്കമുള്ളവരെ ഉൾപ്പെടുത്തുന്ന ഒരു ടീം കേന്ദ്രീകരിക്കുകയായിരുന്നു ഈ സംഘടന ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പല സ്റ്റേറ്റുകളിലും വിപുലമായ റിക്രൂട്ടിംഗ് നടന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിൻ്റെ ഭാഗമായുള്ള അറസ്റ്റിലാണ് 200 പേരെ പിടികൂടുന്നത്. തീരുന്നില്ല, ഇനിയും ഇത്തരം സംഘങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നോ എന്ന അന്വേഷണത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഓഗസ്റ്റ് 12-ന്, അതായത് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിന് 3 ദിവസം മുമ്പാണ് ഈ സുപ്രധാനമായ റെയ്ഡിൽ ഇത്ര അധികം അറസ്റ്റുണ്ടായത്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ പിടിയിലായത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഒപ്പം തന്നെ കേരളമടക്കമുള്ള, കേരളത്തിൽ നിന്ന് 2 പേരടക്കം മറ്റ് സംസ്ഥാനങ്ങൾ, ഹരിയാന, ബീഹാർ, ഒപ്പം തന്നെ പഞ്ചാബ് അടക്കമുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വിപുലമായ അറസ്റ്റുകളും പരിശോധനകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. രാജ്യത്തിനകത്തുള്ളവരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നു. ഇവർ നൽകുന്ന വിവരത്തിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുകയാണ്. 10,000 രൂപയോ അതിനോടടുത്ത തുകകളോ ഒക്കെയാണ് പ്രതിഫലം നൽകുന്നത്. പ്രധാനപ്പെട്ട ആൾ കൂടുന്ന ഇടങ്ങളിൽ CCTV അടക്കം സ്ഥാപിച്ച് ഇതിൻ്റെ ആക്സസ് രാജ്യത്തിന് അപ്പുറത്തേക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങൾ പോലും നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്പം കൈമാറുക എന്ന മറ്റൊരു നീക്കം കൂടിയാണ് നടക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളും അതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാരായി വന്ന് രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന മേഖലകളിൽ പല നീക്കങ്ങളും നടത്തുന്നു എന്നാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇത് രാജ്യത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകളും നടന്നു എന്നതാണ് ഇപ്പോൾ ലഭിച്ചു വരുന്ന വിവരം. ഒരുപക്ഷേ ഇതിലും അധികം, ഇപ്പോൾ അറസ്റ്റ് നടന്നതിൽ അധികമുള്ള നീക്കങ്ങൾ നടന്നിരിക്കാം. അത് സംബന്ധിച്ച പരിശോധനകൾ കൂടി നടക്കുകയാണ്. ഇവരുടെ പക്കൽ നിന്നും വലിയ തരത്തിലുള്ള IEDകൾ, ഒപ്പം തന്നെ മറ്റ് പരിശോധന സെർച്ചിങ് സംവിധാനങ്ങളടക്കം കണ്ടെത്തിയിട്ടുമുണ്ട്. രാജ്യത്ത് വലിയ തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ബദൽ നീക്കങ്ങളോ, നമ്മുടെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ബദൽ നീക്കങ്ങൾക്കോ ഈ സംഘം തുനിഞ്ഞിരുന്നു എന്ന സംശയം കൂടി ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്നുണ്ട്. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ സുപ്രധാന വിവരം പുറത്തുവിടുന്നത്. അതിന് പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഇൻ്റലിജൻസ് ഏജൻസികളടക്കം നടത്തിയ വലിയ ദൗത്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റു മന്ത്രിമാരടക്കം രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 15 പ്രധാനപ്പെട്ട ദിവസം നടത്താൻ പദ്ധതിയിട്ട വളരെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിനെയാണ് സുരക്ഷാ സേന തകർത്തു എന്നതാണ് ആഭ്യന്തര വകുപ്പ് പുറത്തുവിടുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അതിർത്തി കടന്നതിനപ്പുറം രാജ്യത്തിനകത്ത് തന്നെയുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ വിഘടനവാദ നീക്കത്തിന് വളരെ ജാഗ്രതയോടെയുള്ള നീക്കത്തിനാണ് ഇപ്പോൾ സുരക്ഷാ സേന ഒരുങ്ങുന്നത്. സയ്യിദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാർട്ടി പുനഃസംഘടന പൂർത്തിയാക്കിയതിന് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊരുങ്ങി BJP. അടുത്തിടെ പ്രതിപക്ഷ പാർട്ടികൾ പിളർത്തിയെത്തിയ പലർക്കും മന്ത്രിസഭയിൽ ഇടം കിട്ടുമെന്നാണ് സൂചന. AAP വിട്ട് BJPയിലെത്തിയ രാഘവ് ഛദ്ദ, BJPയിലെ യുവമുഖമായ തേജസ്വി സൂര്യ എന്നിവർ മന്ത്രിമാരാകുമെന്നാണ് വിവരം. യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തേജസ്വി സൂര്യയെ മാറ്റിയത് ഇതിന് മുന്നോടിയായിട്ടാണ് എന്നാണ് സൂചന. യുവാക്കൾക്ക് പുനഃസംഘടനയിൽ കൂടുതൽ പ്രാതിനിധ്യം കിട്ടും. കാരണം ജൻസി പ്രക്ഷോഭമൊക്കെ രാജ്യത്ത് വലിയ സജീവമായിരുന്ന കാലമാണ്. പാർട്ടിക്ക് നേരിട്ട പ്രതിച്ഛായ നഷ്ടം നികത്താനുള്ള ശ്രമത്തിലാണ് BJP ഉള്ളത്. ഇതിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്കും ഒപ്പം സ്ത്രീകൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുമെന്നാണ് വിവരം. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് മന്ത്രിസഭയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയേക്കും. നാളുകളായി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന ആളുകളെയൊക്കെ തിരികെ പാർട്ടിയുടെ ദേശീയ ചുമതലകളിലേക്ക് എത്തിക്കുന്ന സമീപനമാണ് പുനഃസംഘടനയിൽ BJP ആവർത്തിച്ചത്. ഇതുപോലെ മാറ്റി നിർത്തപ്പെട്ടവരുൾപ്പെടെ മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാൾക്കൊരു പദവി എന്ന നയമാണ് ഇപ്പോൾ ഉള്ളത് എന്നതാണ് പ്രധാനം. അതിൽ 6 ക്യാബിനറ്റ് മന്ത്രിമാർ നിലവിൽ 2-3 വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി പദമൊഴിഞ്ഞ് രാജ്യസഭാംഗമായ നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്നുള്ള ഉറപ്പാണ്. മനോജ് സിൻഹ, ശ്രീകാന്ത് ഷിൻഡെ, സുരേഷ് കാശ്യപ്, അനുരാഗ് ഠാക്കൂർ, അരുൺ ഗോവിൽ, സഞ്ജയ് ദിരാ പാട്ടീൽ, സഞ്ജയ് ബല്യാൺ, കകോലി ഘോഷ്, സുദീപ് ബന്ദോപാധ്യായ, റിസർവ് ബാങ്ക് മുൻ ഗവർണർ ശക്തികാന്ത് ദാസ് എന്നിവരെ മന്ത്രിമാരായി പരിഗണിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിസഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ആശങ്ക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അത് ആരായിരിക്കും എന്ന കാര്യത്തിലും ചില അവ്യക്തതകൾ ഉണ്ട്.
തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുടെ സാന്നിധ്യത്തിൽ സെന്റ് ജോർജ് കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ നടി തൃഷ കൃഷ്ണൻ പങ്കെടുത്തത് വലിയ പ്രചാരം ലഭിച്ച ഒരു പരിപാടിയായിരുന്നു. ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രധാന പ്രതിപക്ഷമായ DMK രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയും തൃഷയും പരസ്പരം സല്യൂട്ട് ചെയ്തതിനെയും ഔദ്യോഗിക ചടങ്ങിനിടെ നടിയുടെ ഇരിപ്പിട ക്രമീകരണത്തെയും DMK മുഖപത്രമായ മുരശൊലിയിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ പാർട്ടി വിമർശിച്ചു. ചടങ്ങിൽ വിജയിയുടെ മാതാപിതാക്കളായ SA ചന്ദ്രശേഖർ, ശോഭ ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പം മുൻനിരയിലാണ് തൃഷ ഇരുന്നത്. ചടങ്ങിനിടെ മുഖ്യമന്ത്രിക്ക് നടി സല്യൂട്ട് കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഔദ്യോഗിക ചടങ്ങുകൾക്കിടയിൽ വിജയും തൃഷയും പരസ്പരം സല്യൂട്ട് കൈമാറിയതിനെ എഡിറ്റോറിയലിലൂടെ പാർട്ടി ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വിജയിയുടെ അന്തസ്സ് ഇല്ലാതായെന്ന് എഡിറ്റോറിയൽ പറയുന്നു. ഒരു ലജ്ജയുമില്ലാതെ മുൻനിരയിൽ ഒരു നടിയെ ഇരുത്തുകയും ഇരുവരും പരസ്പരം സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് മുരശൊലി പറയുന്നത്. ഇത്തരത്തിലുള്ള അശ്ലീലവും വൃത്തികേടും പരസ്യമായി ചെയ്തിട്ട് അത് ന്യായീകരിക്കാമെന്ന് കരുതുന്ന ഒരാളാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. നടിയുടെ പേരെടുത്ത് പരാമർശിക്കാതെ മുഖപ്രസംഗത്തിൽ പറയുന്നു. വിജയിയുടെ ആരാധകർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. TVK അതേസമയം ഈ വിമർശനങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 3 മാസത്തിനുള്ളിൽ തന്നെ ജനപ്രതി നഷ്ടപ്പെടുമെന്നും ഭരണം നഷ്ടപ്പെടുമെന്നുമുള്ള പേടിയാണ് മുഖ്യമന്ത്രി വിജയുടെ പ്രസംഗത്തിൽ നിഴലിക്കുന്നത് എന്നും DMK ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നു. ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം വൈബിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനായി ന്യൂസ് 18 ഓണസമ്മാനമായി ഓണപ്പാട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക്. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് L പ്രഭു ഈണമിട്ടതാണ് ഈ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ പൂർണ്ണമായും AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത്. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ പാട്ടീണം മൂറി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമെങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമെങ്ങെത്തി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,290, പവന് 1,14,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,740, പവന് 93,920. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.